എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ദം ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് നാളെ കാണാനില്ല. ഇനി നമുക്ക് ഫ്രൈ പാനിൽ ഇതിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമ്മുടെ മിൽമയുടെ നെയ്യ് ഒരു 3 സ്പൂണ് ഇതിലോട്ട് ഇടുകയാണ്. കാണിച്ചു അതിലോട്ട് അകത്തോട്ട് കാണിക്കുക. 3 സ്പൂൺ നെയ്യും 3 സ്പൂൺ ഓയിലും. ഇനി 3 സ്പൂൺ ഓയിൽ ഒഴിക്കാൻ പോവുകയാണ്. നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റൈസ് വേവിക്കാനുള്ള ആദ്യ വഴിയായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ എടുത്തു വെച്ചിട്ടുള്ള ഗ്രാമ്പു, ഏലം, ഏലക്ക, പട്ട ഇതെല്ലാം ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് ഈ സവാള ഇതിലോട്ടിടാം. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കണം, ചൂടുവെള്ളം. സ്പൂണ് ഉപ്പിടാൻ പോവുകയാണേ. ഇത് നന്നായിട്ട് തിളയ്ക്കണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബിരിയാണിയും തലശ്ശേരി ദം ബിരിയാണി എന്നാണ് പറയുന്നത്. ഇനി ഉണ്ടാക്കി വരുമ്പോൾ എന്താവുമെന്ന് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലവണ്ണം വെട്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിയിടാം. ഇവിടെ നമ്മുടെ ലാവുട്ടി ഉള്ളി പൊളിക്കുന്ന തിരക്കിലാണ്. ഒരുപാട് സവാളയൊക്കെ പൊളിച്ച്, സവാള വെളുത്തുള്ളി എല്ലാം പൊളിക്കുന്ന ഡ്യൂട്ടി നമ്മുടെ മൂത്ത മകൾക്കാണ്. നോക്കാം. നമ്മുടെ ബിരിയാണി ചോറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട്, വെന്ത് പാകമായിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ചിക്കനൊക്കെ റെഡിയാക്കി ഇതിലേക്ക് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ഇങ്ങോട്ട് നോക്ക്. എല്ലാം ചെയ്ത് റെഡിയാക്കില്ല, നമ്മൾ അരിഞ്ഞും എല്ലാം റെഡിയാക്കി കൊടുക്കാൻ അടുപ്പിൻ്റെ മുന്നിൽ നിന്ന് ഉണ്ടാക്കും. എന്നിട്ട് ക്രെഡിറ്റ് മൊത്തം ചേട്ടനും ഉണ്ടാക്കാൻ എല്ലാം റെഡിയാക്കി കൊടുക്കുന്നത് നമ്മളുമാണ്. അരിയാൻ പോയാണ്. എന്താ കത്തി വെളുത്തുള്ളി പൊളിച്ചോട്ട് നിൽക്കോക്കളെ. ഇതാരിയിട്ട് അമ്മ, നിന്റെ കത്തി അമ്മ എടുത്തുണ്ട്. എൻ്റെ മോളെ ഇവിടെ ഭയങ്കര പാചകത്തിലാണ്. അവളാണ് ഇവിടെ മൊത്തം ഉള്ളിയൊക്കെ അരിഞ്ഞ് തകർക്കുകയാണ്. നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നമുക്കിനി ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. കുറച്ച് ഒരു 2-3 സ്പൂണ് നെയ്യ് ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ഇത്രയും ഞാൻ തന്നെ ഫ്രൈ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് അത് ഫ്രൈ ചെയ്യാനുള്ള ചിക്കനാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ തന്നെ എങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഇത് ചേട്ടൻ കരിച്ചു വെക്കും. അതുകൊണ്ടാണ് ഇതൊരു ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. നമുക്ക് ചിക്കൻ വയ്ക്കാം. ഇതിൽ ആദ്യം കുറച്ച് ഒരു 2-3 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർക്കണം. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് നമ്മളിതിൽ ചേർക്കണം.
ഒന്ന് ചൂടായി കഴിയുമ്പോൾ സവാള വഴറ്റാം. ഇതിലാവ് വഴറ്റുന്നത് നമ്മളായിട്ട് വഴറ്റി കൊടുക്കാം. ഉപ്പിനിടും. സവാള ചെറുതായിട്ടൊന്ന് വഴങ്ങുമ്പോൾ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇടും. അത് കുറച്ചൊന്ന് വഴറ്റിയിടും. നമ്മളുണ്ടത് ഇട്ട വീഡിയോസ് ഡിലീറ്റ് ചെയ്താ അപ്പോൾ ഈ ലാവുട്ടിയുടെ തലയിലിരിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയത് കാരണം ഇന്നലെ പോയി വാങ്ങിയ സാധനങ്ങളാണ് ഈ തല മൊത്തം നിറച്ച് വെച്ചേക്കുന്നത്. ഉള്ളി നല്ല രീതിയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ചേട്ടാ ലാവാണ് ഇവിടെ നിന്നത് വഴറ്റിയത്. ഞാനാണ് ചെയ്തത്. ഇപ്പൊ അമ്മ ചെയ്തെന്ന് പറയാൻ വേണ്ടി വീഡിയോയ്ക്ക് മുമ്പേ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് മസാല ഇടാം. പച്ചമുളക് ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി. അപ്പോൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇടണേ. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് ഗരം മസാല. ചിക്കനായിട്ട് കുറച്ച് ഗരം മസാല ഇടും. ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇടാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇതെല്ലാം കൂടെ ഇങ്ങനെ ചിക്കനിൽ വിരകി രണ്ട് സ്പൂണ് തൈരും കൂടെ ഒഴിക്കുന്നുണ്ട്. ഈ ചിക്കൻ കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇത് കുറച്ച് 2-3 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം തക്കാളിയും കറിവേപ്പിലയും കൂടെ ആയിട്ട് അടച്ച് വെച്ച് വേവിക്കും. കുറച്ച് കറിവേപ്പിലയും കുറച്ച് തക്കാളി വഴറ്റി അടച്ച് വെച്ച് വേവിക്കും. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കണ്ട. ചിക്കനിൽ തന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിൽ അധികം എരിയൊന്നും ഇട്ടിട്ടില്ല. പച്ചമുളക് കൊണ്ട് അതിൽ തന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് ഇട്ടു. പിന്നെ ഇതിൽ കുറച്ച് നാരങ്ങ നീരും കൂടെ. ഇതിൽ കുറച്ച് മല്ലിയില ഇടും. കുറച്ച് ചെറുനാരങ്ങ നീര്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ദം ചെയ്യണം. ആദ്യം കുറച്ച് ചോറ് ചിക്കൻ്റെ പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇടണം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ അല്ല ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചോറിട്ടേക്ക് ഒരു സ്റ്റെപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് കുറച്ചുകൂടി ചോറിടും. ഇതിൽ കുറച്ച് ഇങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരി കുറച്ച് മല്ലിയില ലാസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കും. അയ്യോ നെയ്യ് ഇതിന് വരണമെങ്കിൽ അതൊന്നും നല്ല നെയ്യ് ഉരുക്കിയെടുക്കാം. ബിരിയാണി കരിഞ്ഞു പോകുന്നത്. അപ്പോൾ
നമ്മുടെ ദം ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ദം ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് നാളിനെ കാണാനില്ല. അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ ദം ബിരിയാണി റെഡിയായി നമ്മളെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തു. ഇനി അത് കഴിച്ച് നോക്കട്ടെ. ഇല്ല, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഒന്ന് വച്ച് പരീക്ഷിച്ചൊക്കെ നോക്കണം. ഞങ്ങൾ കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയാം. കൊള്ളാമോ? കൊള്ളാം, നന്നായിട്ടുണ്ട്. വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി വാങ്ങി കഴിക്കുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. നമ്മൾ എന്തായാലും ധൈര്യമായിട്ട് വീട്ടിലൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. അമ്മ ഇതും കൂടി കാണിക്ക്, ഇതും കൂടി കാണിക്ക്, ഇതും കൂടി കാണിക്ക്. നന്നായിട്ടുണ്ട്. ഇന്ന് ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളും അഭിപ്രായം പറയുക. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ആരാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്ന്? ഉണ്ടാക്കാൻ തുടങ്ങിയ ആൾ ആരാണ്, ഉണ്ടാക്കി തീർത്തത് ആരാണെന്ന് കണ്ടല്ലോ. വെച്ചേക്കുന്നത് ദേവൂട്ടി ക്ഷേത്രത്തിൽ പോയിരിക്കുകയായിരുന്നു. അതാണ് നമ്മൾ കഴിക്കാൻ സമയത്ത് ദേവൂട്ടിയെ കാണാത്തത്. ഇപ്പോഴാണ് അവൾ എത്തിയത്. അങ്ങനെ ദേവൂട്ടി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ് അവിടെ നിന്ന്. കൈ കിട്ടിയ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. 100 രൂപ 150 രൂപയുടെ അതെല്ലാം ഈ തലയിലിരിക്കുന്ന സാധനങ്ങളില്ലേ, അത് വെളിയിൽ 100 150 രൂപയ്ക്കൊക്കെ കിട്ടുന്നതാണ്. ഇത് 250 രൂപയ്ക്ക് വാങ്ങിയിട്ട് വന്നിരിക്കുന്നു. ഉത്സവ സ്ഥലത്ത്